ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ രാഗിണിയാണെങ്കിൽ നേരെ ജയപാലൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പം രാഗിണിയുടെ വരവ് ഒരാഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് ജയപാലനും ഭാര്യയും കൂടി ചേർന്ന്. പെട്ടെന്ന് മകള് വന്ന് ഇറങ്ങുന്ന കാണുമ്പം പ്രവീണ പറയും, അയ്യോ ജയപാലേട്ടാ, അതേ നമ്മുടെ മകള് വന്നു എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ ജയപാലൻ പറയും, രാഗിണി മോൾ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്, നീയൊന്ന് അടങ്ങൻ്റെ പ്രവീണേ എന്ന് പറയാം. ഹോ, എൻ്റെ കൊച്ചിനെ ഞാൻ കണ്ടിട്ട് എത്ര നാളുകളായി എന്ന് അപ്പം പ്രവീണ പറയാൻ കേട്ടോ. ആരതി തട്ടൊക്കെ ആയിട്ട് മകളെ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് ആനയിക്കാനായിട്ടാണ് പ്രവീണയും ജയപാലനും കൂടി വീടിൻ്റെ വാതിൽക്കൽ നിൽക്കുകയാണ്. അപ്പോൾ വിശാലും അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടി അച്ഛൻ്റെയും അമ്മയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ രാഗിണി. എൻ്റെ പൊന്നു മോള്, യാത്രയൊക്കെ സുഖമായിരുന്നു മോളെ എന്നൊക്കെ ജയപാലൻ ഇങ്ങനെ ചോദിക്കാം. യാത്രയൊക്കെ അടിപൊളിയായിരുന്നു അച്ഛാ എന്ന് പറയാണ്. ദേ, നീങ്ങി നിന്നേ, ആരതി ഒഴിഞ്ഞിട്ട് വേണം എൻ്റെ കുഞ്ഞിനെ അകത്തേക്ക് എനിക്ക് കൊണ്ടുപോകാൻ എന്ന് പ്രവീണ അപ്പം പറയാം. ശരി ശരി എന്നൊക്കെ പറഞ്ഞ് പ്രവീണയുടെ ഇഷ്ടത്തിനനുസരിച്ച് രാഗിണി നിന്ന് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ആരതിയൊക്കെ ഒഴിഞ്ഞ് മകളെയായിട്ട് അച്ഛനും അമ്മയും അനിയനും കൂടി അകത്തേക്ക് കയറി പോവാം. പിന്നെ എൻ്റെ ഇവിടെ വന്നിട്ടുള്ള ആദ്യത്തെ മീറ്റിംഗ് ആരുമായിട്ടായിരുന്നു അച്ഛൻ അറിയാവോ? ആ കാവേരി, അവളുടെ അഹങ്കാരം ഞാൻ തീർത്ത് കൊടുത്തിട്ടുണ്ട്. ആരും ഈ നാട്ടിലില്ലാത്തത് കൊണ്ട് അവൾ കുറച്ച് കിടന്നങ്ങ് വിലസിയില്ലേ അച്ഛൻ്റെ മുന്നിലും ഈ എൻ്റെ അനിയൻ്റെയും അമ്മയുടെ ഒക്കെ മുന്നിൽ. ഇനി അവളുടെ കൊമ്പ് ഞാൻ ഒടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ രാഗിണി ആരാണെന്ന് അവൾക്കൊന്നും ഞാൻ അറിയിച്ചിട്ടുണ്ട് എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ ജയപാലൻ പറയും, അതൊക്കെ ചീള് കേസ്. എൻ്റെ മോളത്തിന് ആവശ്യമില്ലാതെ അവളുടെ ഒക്കെ പിന്നാലെ പോകുന്നത്. പിന്നല്ലാതെ നമ്മുടെ കുടുംബത്തെ ദ്രോഹിക്കാൻ നടക്കുന്ന അവളെ ഞാൻ വെറുതെ വിടുവെന്ന് അച്ഛൻ തോന്നുന്നുണ്ടോ? എനിക്ക് പണ്ടേ അവളെ കണ്ടുകൂടാ, ഒരെല്ലു കൂടിയനം അവള്. അവൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് പറയാം. ദേ, അതൊക്കെ വിട്. അച്ഛനും മകളും കൂടി വന്നപ്പോൾ തന്നെ സംസാരം തുടങ്ങിയോ? എൻ്റെ മോക്ക് വേണ്ടി അമ്മ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് നോക്കിക്കേ, നിന്റെ ഇഷ്ടത്തിനനുസരിച്ചാ ഇന്നിവിടെ എല്ലാം റെഡിയാക്കിയിരിക്കുന്നത് എന്നൊക്കെ പ്രവീണ പറയാണ് കേട്ടോ. അപ്പം ആദ്യം തന്നെ ഞാനൊന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞ് രാഗിണി മുകളിലേക്ക് കയറി പോവാം. അപ്പം മകള് വന്നപ്പം ജയപാലനും വളരെ സന്തോഷമായിരിക്കുകയാണ്. ജയപാലേട്ടൻ എന്താ ആലോചിക്കുന്നത് എന്ന് പ്രവീണ അടുത്ത് വന്നങ്ങ് ചോദിക്കും. ഒന്നുമില്ല, ഇനി എത്രയും വേഗം ഇവളുടെയും നിവിൻ്റെയും കല്യാണം നടത്തണം. അതാ എൻ്റെ ആഗ്രഹം. എൻ്റെ മോള് എൻ്റെ കൺമുന്നിൽ തന്നെ ജീവിക്കുന്നത് എനിക്ക് കാണണം എന്ന് പറയാണ്. നമുക്ക് ഉടനെ തന്നെ രാജേശ്വരിയോട് അതിനെപ്പറ്റി സംസാരിക്കാം എന്ന് അപ്പം പ്രവീണയും അഭിപ്രായം പറയാണ് കേട്ടോ. ഇങ്ങ് വന്ന് ഇറങ്ങിയതല്ലേ ഉള്ളൂ ജയപാലേട്ടാ, ഇനിയും സമയമുണ്ടല്ലോ കല്യാണക്കാരുമൊക്കെ നമുക്ക് സംസാരിക്കാൻ. ആദ്യം അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ ഒന്ന് കഴിക്കട്ടെ എന്നും പറഞ്ഞ് പ്രവീണ അടുക്കളയിലേക്ക് പോവാണ് കേട്ടോ. അപ്പം മകള് വന്നതോടുകൂടി തനിക്കൊരു ധൈര്യം വന്നതുപോലെയൊക്കെയാണ് ജയപാലന് തോന്നുന്നത്. ജയപാലൻ്റെ എല്ലാ ദുഷ്ടതരങ്ങളും അതുപോലെ കിട്ടിയിരിക്കുന്ന ഒരു മകളാണ് കേട്ടോ രാഗിണി. ഇതേ സമയം നമ്മുടെ കാവേരി ആണെങ്കിൽ വീട്ടിലേക്ക് ദേഷ്യത്തോടെ കയറി ചെല്ലുക. അപ്പോൾ കാവേരിയുടെ ദേഹത്തൊക്കെ ചെളിയിരിക്കുന്ന കാണുമ്പം ഗംഗ ചോദിക്കും, ഇതെന്നാടി നീ വല്ല ചെളിയിലും വീണോ എന്ന് ചോദിക്കാം. ദേ ഗംഗേച്ചി, അല്ലെങ്കിൽ തന്നെ ഞാൻ ദേഷ്യത്തിൽ നിൽക്കുകയാണ് കേട്ടോ എന്ന് പറയാം. എന്താ സംഭവിച്ചത് എന്ന് ശാരദ അപ്പോൾ പറയാം. പെണ്ണില്ലേ ആ രാഗിണി, അവള് വന്നിട്ടുണ്ട്. ഏത് രാഗിണി? ജയപാലൻ്റെ പുന്നാര മോള് രാഗിണി ഇല്ലേ, ആ ബാംഗ്ലൂരിങ്ങാണ്ടുണ്ടായിരുന്നേ. രാഗിണിയോ? അവള് വന്നോ എന്ന് ചോദിക്കുക. വന്നപ്പോൾ തന്നെ എൻ്റെ നെഞ്ചത്തോട്ടാ അവള് കെട്ടിയെടുത്തത് എന്ന് അപ്പം കാവേരി പറയാം. നീ എന്താണെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറയാ എൻ്റെ കാവേരി എന്ന് അപ്പം ഗംഗ പറയും. എൻ്റെ ഗംഗേച്ചി, അതല്ല ഞാൻ പറയുന്നത്. വന്നപ്പോൾ തന്നെ അവൾ എന്നോട് കൊമ്പ് കോർക്കാനായിട്ടാണ് വന്നത്. ഒന്നുമല്ലേലും ബാല്യകാല സുഹൃത്തല്ലെന്ന് ഓർത്ത് ഞാൻ മര്യാദയ്ക്ക് സംസാരിക്കാൻ ചെന്നപ്പം അവളുടെ ഒരു അഹങ്കാരം, നമ്മളുള്ളതും ഇല്ലാത്തതൊക്കെ പറഞ്ഞ് അവളുടെ അച്ഛൻ്റെ കാശടിച്ചു മാറ്റാൻ നോക്കുവാണത്രേ. അത്രയ്ക്ക് ഗതികെട്ടവരാണോ നമ്മൾ? എന്നിട്ട് അവളുടെ പൊട്ട വണ്ടി വെച്ചിട്ട് എൻ്റെ മേത്ത് ചെളിയും തെറിപ്പിച്ചു. ഞാൻ കണ്ടോ ഗംഗേച്ചി, അവളുടെ മേത്ത് ചെളി തെറിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഞാനൊരു കാറ് മേടിക്കും. എന്നിട്ട് അവളെ ഞാൻ ചെളിക്കത്ത് കുളിപ്പിക്കും. ഈ കാവേരി ആരാണെന്ന് അവൾക്കറിയത്തില്ല. ഒരു രാഗിണി എന്ന് പറഞ്ഞ് ചവിട്ടിത്തുള്ളി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗംഗ പറയും, പോട്ടടി, വിവരമില്ല, ആ ജയപാലൻ്റെ മകളല്ലേ, ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്ന് പറയാം. അപ്പോൾ ശാരദ പറയും, പണ്ട് എത്ര നല്ല കൊച്ചായിരുന്നു, ഇപ്പം ജയപാലൻ്റെ അതേ സ്വഭാവമായി മാറിയിരിക്കുകയാണോ ആ പെണ്ണ്? പിന്നെ പണ്ടും അവൾ ഇങ്ങനെ തന്നെയായിരുന്നു, അഹങ്കാരവും സ്വാർത്ഥതയും എല്ലാം ചേർന്ന ഒരു സ്വഭാവം. ഇപ്പം കുറച്ചും കൂടി കൂടിയിട്ടുണ്ടെന്നേ ഉള്ളൂ എന്ന് അപ്പോൾ കാവേരി പറയാൻ കേട്ടോ. എന്തേലും ആട്ടെ, നീ വെറുതെ അവരുടെ ഒന്നും പിന്നാലെ പോകണ്ട എന്ന് ഗംഗ അപ്പം കാവേരിയോട് പറയാം. കണ്ടോ ഗംഗേച്ചി, ഞാൻ ഇതിനൊന്നും വെറുതെ വിടാൻ പോകുന്നില്ല. ഞാനും മേടിക്കും ഒരു കാറ്, അവളെ ഞാൻ ചെളിയിൽ കുളിപ്പിച്ചെടുക്കും. അപ്പോഴേ അവൾ ഈ കാവേരി ആരാണെന്ന് പഠിക്കത്തുള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. അതേസമയം
നിവിൻ്റെ വീട്ടിലാണെങ്കിൽ രാജേശ്വരി ഭർത്താവിനോട് സകല കാര്യങ്ങളും നിവിനെ പറ്റിയുള്ളതൊക്കെ പറയാനായിട്ട് തയ്യാറെടുക്കുകയാണ് കേട്ടോ. നീ എന്താ രാജി പറഞ്ഞു വരുന്നത് എന്ന് അപ്പം സത്യം ചോദിക്കുന്നുണ്ട്. വേറൊന്നുമല്ല സത്യേട്ടാ, എത്രയും വേഗം നിവിൻ്റെയും രാഗിണിമോളുടെയും കല്യാണം നടത്തണം. ജയബാലേട്ടൻ എന്നോട് അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. രാഗിണിമോള് നാട്ടിൽ വന്നിട്ടുമുണ്ട് എന്ന് പറയാം. അല്ല, നിവിൻ ഇതിന് താല്പര്യമാണോ? നീ ഇതിനെപ്പറ്റി അവനോട് സംസാരിച്ചോ? അവനിപ്പോൾ ഇത്തിരി ചുറ്റിക്കളിയൊക്കെ കൂടുതലുണ്ട്. അവനെ ഈ നാട്ടിലൊരു പെണ്ണിൻ്റെ പിന്നാലെയാ. അതൊക്കെ വെറുതെയാ. അതൊന്നും ഒരിക്കലും നടത്താനായിട്ട് പോകുന്നില്ല. അഹങ്കാരം തലയ്ക്ക് പിടിച്ചൊരു പെണ്ണാ. അവളെ നിവിൻ്റെ ഭാര്യയായിട്ട് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. നമ്മുടെ മകനെ അവൾ കൈയടക്കുന്നതിന് മുന്നേ എത്രയും വേഗം രാഗിണിമോളുമായിട്ടുള്ള കല്യാണം നടത്തണം. രാഗിണിയും നിവിനും ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു ടെൻഷനും ഇല്ല. രാഗിണി നോക്കിക്കോളും നിവിൻ്റെ കാര്യം എന്ന് പറയാണ്. എങ്കിലും അല്ല, ഇതൊക്കെ ശരിയാകോ എന്ന് സത്യൻ അപ്പം നമ്മുടെ രാജേശ്വരോട് ചോദിക്കുക. എന്ത് ശരിയാകോ ഇല്ലയോ എന്ന്? ഇതേ ശരിയാകത്തുള്ളൂ. അവൻ ആരെയാ സ്നേഹിക്കുന്നതെന്നറിയാവോ? ആ അരവിന്ദേട്ടനില്ലേ മരിച്ചുപോയ അദ്ദേഹത്തിൻ്റെ മകളെയാ. പക്ഷെ അഹങ്കാരം കയ്യിൽ പിടിച്ച ഒരു പെണ്ണാ. എനിക്കും ആ കുടുംബത്തോട് ആദ്യമൊക്കെ ഒരു മതിപ്പുണ്ടായിരുന്നു. പക്ഷെ അവളുടെ ആ കുടുംബത്തിലുള്ളവരുടെയും കയ്യിലിരിപ്പേ മഹാബോറ. എന്തൊക്കെ അന്യായങ്ങൾ അവർ പറയുന്നതെന്നറിയാവോ? ജയബാലേട്ടൻ്റെ തോട്ടം അരവിന്ദേട്ടനെ പറ്റിച്ച് ജയബാലേട്ടൻ മേടിച്ചതാണെന്ന് പറഞ്ഞു വരുത്തി. അത് പോരാത്തതിന് നമ്മുടെ ഈ റിസോർട്ടിൽ അവൾ ജോലിക്ക് കയറിയിട്ട് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ അവളുടെ ഹോം സ്റ്റേയിലേക്ക് അവൾ തിരിച്ചുകൊണ്ട് പോവായിരുന്നു. ഇതൊക്കെ എവിടെയും നടക്കുന്ന കാര്യങ്ങളാണോ? സംസ്കാരം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു പെണ്ണ്. ഇങ്ങനെയുണ്ടോ പെൺകുട്ടികൾ? എന്തായാലും അവളെ ഈ കുടുംബത്തിൽ വാഴിക്കാൻ ഞാൻ അനുവദിക്കില്ല സത്യേട്ടാ. എത്രയും വേഗം ഞാൻ ആഗ്രഹിച്ചതുപോലെ രാഗിണിമോളുമായിട്ടുള്ള നിവിൻ്റെ കല്യാണം നടക്കണം. രാഗിണി അല്ലാതെ മറ്റൊരാളെ എനിക്ക് മരുമോളായിട്ട് സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല എന്ന് പറയാം. താനിങ്ങനെ ടെൻഷൻ അടിക്കാതെടോ. മോനെ വെറും തമാശയ്ക്ക് ആ പെൺകുട്ടിയുടെ പുറകെ നടക്കുന്നതായിരിക്കും. അല്ലാതെ അവർ തമ്മിൽ പ്രണയിച്ച് നടക്കുന്നതൊന്നും താൻ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കാം. അത് കണ്ടിട്ടില്ലെങ്കിലും അവൻ എപ്പോഴും എൻ്റെ മുഖത്ത് നോക്കി പറയാറുണ്ട് അവളെ അല്ലാതെ മറ്റാരെയും കെട്ടില്ലെന്ന്. അതൊക്കെ തന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടി അവൻ പറയുന്നതല്ലേ. അവൻ്റെ പഴയ അമ്മയെ അവന് നഷ്ടപ്പെട്ടെന്ന് അവൻ എന്നോട് ഇവിടെ വന്നപ്പോൾ തന്നെ പറഞ്ഞത്. താൻ അവനോട് എപ്പോഴും ഓരോന്നും പറഞ്ഞ് മനസമാധാനം കെടുത്തിയപ്പം വെറുതെ പറഞ്ഞതായിരിക്കും. താൻ സമാധാനപ്പെടടോ. താൻ ആഗ്രഹിച്ച പോലെ തന്നെ തൻ്റെ ചേട്ടൻ്റെ മകളുമായിട്ട് നമ്മുടെ മോൻ്റെ കല്യാണം എത്രയും വേഗം നടത്തുന്നു. ഇനി ആ കല്യാണം കഴിഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ, പോരെ എന്ന് ചോദിക്കാം. അത് കേൾക്കുമ്പോഴത്തേക്കും രാജേശ്വരിക്ക് സമാധാനമാവാം. ഇന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ജയപാലൻ്റെ വീട്ടിൽ വരെ പോയേക്കാം. എന്നിട്ട് അളിയനുമായിട്ട് നിവിനും രാഗിണിയും തമ്മിലുള്ള കല്യാണക്കാര്യവും സംസാരിക്കാം എന്ന് പറയാം. എന്തായാലും ജയപാലേട്ടൻ്റെ വീട്ടിലൊന്ന് പോകണമെന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, രാഗിണിമോള് വന്നിട്ടുണ്ട്, അവളെ ഒന്ന് പോയി കാണണം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും നിവിനോട് പറയാതെ ജയപാലൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ നിവിൻ ഇതൊന്നും അറിയുന്നില്ല. എങ്ങനെയെങ്കിലും കാവേരിയും മൊത്തമുള്ള തൻ്റെ കല്യാണം നടത്തണം. കാവേരിക്ക് തന്നോടുള്ള പ്രണയം തുറന്നു പറയിപ്പിക്കണം. ഇത് മാത്രമാണ് നമ്മുടെ നിവിൻ്റെ മനസ്സിലുള്ളൂ. ഇപ്പം കാവേരി സ്വയം നിവിൻ നിന്ന് അകന്നുകൂടി നിൽക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പം നമ്മുടെ നിവിന് കിട്ടിയൊരു കച്ചിത്തുരുമ്പാണ് കേട്ടോ യമുന വഴി എങ്ങനെയെങ്കിലും കാവേരിയുമായിട്ട് അടുക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. യമുന ഒരു അനീതിയുടെ സ്ഥാനത്ത് മാത്രമേ നമ്മുടെ നിവിൻ കാണുന്നുള്ളൂ. യമുനയ്ക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് അവൾക്കൊരു ആപത്ത് വന്നപ്പം അവളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് താനാണെന്നുള്ള ഒരു സെൻറ്റിമെൻറ്റ്സ് യമുനയ്ക്ക് തന്നോടുണ്ടാകും എന്നൊരു ചിന്ത നിവിൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യമുനെ കോളേജിൽ പോയി കണ്ട് സംസാരിക്കണമെന്നും യമുന വഴി കാവേരിയിലേക്ക് അടുക്കണമെന്നൊക്കെയാണ് ഇപ്പം നമ്മുടെ നിവിൻ്റെ മനസ്സിലുള്ളത്. പക്ഷെ തന്നെ രക്ഷിച്ച നിവിനോട് യമുനയുടെ മനസ്സിൽ ഒരു സഹോദര സ്നേഹമൊന്നും അല്ല കേട്ടോ, അതിനപ്പുറം ഒരു പ്രണയം ഉടലെടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുവേ. ഇതൊന്നും പാവം നിവിൻ അറിയുന്നുമില്ല. അപ്പം നിവിനാണെങ്കിൽ യമുനയും കാത്ത് കോളേജിൻ്റെ പരിസരത്ത് നിൽക്കുന്ന കാണുമ്പം യമുനയുടെ കൂട്ടുകാരികളൊക്കെ ചോദിക്കുന്നുണ്ട്, എടി ദേ നിന്നെയും കാത്താണല്ലോ നിന്റെ രക്ഷകൻ അവിടെ നിൽക്കുന്നുണ്ടല്ലോ, ഒന്ന് പോടി എന്നപ്പം കൂട്ടുകാരിയോട് യമുന പറയുന്നുണ്ട്. ഇത് പൂമ്പാറ്റ പൂതേടി നടക്കുന്നത് പോലാണല്ലോ, നിന്റെ പിന്നാലെ തന്നെ ഈ പൂമ്പാറ്റ വരുന്നത്. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? പൂവോ പൂമ്പാറ്റയോ എന്തൊക്കെയാണ് ഈ പറയുന്നേ എന്ന് അപ്പോൾ പെട്ടെന്ന് യമുന കളിയായിട്ട് ചോദിക്കുക. ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ആ ചേട്ടൻ ഇവിടെ വന്ന് നിൽക്കുന്നതേ നിന്നെ കാണാനാണെന്നൊക്കെ. എന്തായാലും നീ ഭാഗ്യവതിയാടി, അത്രയ്ക്ക് നല്ല ചേട്ടനല്ലേ അത് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പം അതൊക്കെ കേൾക്കുന്ന നമ്മുടെ യമുനയുടെ മനസ്സിലേക്ക് നിവിനോട് അഗാധമായ പ്രണയം ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പം യമുന ഒരു പ്രണയിതാവിനോട് സംസാരിക്കുന്നത് പോലെയാണ് ഓരോ നിമിഷവും നിവിനെ കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ. പക്ഷെ നിവിൻ കാണുന്നതോ ഒരു സഹോദരിയോടുള്ള സ്നേഹത്തോടെ തൻ്റെ അനിയത്തിയുടെ സ്ഥാനത്ത്, കാവേരിയുടെ അനിയത്തി തൻ്റെ അനിയത്തിയാണല്ലോ എന്നുള്ള രീതിയിൽ മാത്രമേ യമുനയോട് സംസാരിക്കുന്നുള്ളൂ. പക്ഷേ കാവേരിക്ക് വേണ്ടി നമ്മുടെ നിവിൻ സംസാരിക്കുന്നതൊക്കെ യമുന തെറ്റിദ്ധരിച്ച് തന്നോട് സംസാരിക്കുന്ന രീതിയിലൊക്കെയാണ് കേട്ടോ കാണുന്നത്. ഇതൊന്നും പാവം കാവേരിയോ നിവിനോ ഒട്ടും അറിയുന്നുമില്ല. ഇതേ സമയം
നമ്മുടെ രാജേശ്വരിയും സത്യനും കൂടി നേരെ ജയപാലൻ്റെ വീട്ടിലേക്ക് ചെല്ലുക. അവിടെ അവരെ ആനയിച്ച ഇരുത്തൊക്കെയാണ് കേട്ടോ. എങ്ങനെയെങ്കിലും നിവിനുമായിട്ടുള്ള കല്യാണം നടത്തണം, അത് മാത്രമാണ് ജയപാലൻ്റെ മനസ്സിലുള്ളത്. അളിയൻ വന്ന കാര്യമൊക്കെ രാജ എന്നോട് വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാനിരിക്കുമായിരുന്നു. ഇതിപ്പം നിങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നല്ലോ എന്ന് പറയാം. അത് കേൾക്കുന്ന രാജേശ്വരി പറയും, രാഗിണി മോള് വന്നിട്ടുണ്ടല്ലോ, അവളെ ഒന്ന് കാണാമെന്ന് കരുതി എന്ന് പറയാം. ഇനിയിപ്പം മക്കളുടെ കല്യാണക്കാര്യം നമുക്ക് നീട്ടിക്കൊണ്ട് പോകണോ എന്ന് അപ്പം ജയപാലൻ ചോദിക്കുകയാണ്. അത് പറയാനായിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ജയപാലേട്ട എന്ന് രാജേശ്വരി പറയാണ്. രാഗിണി മോളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പം എത്രയും വേഗം രാഗിണിയുടെയും നിവിൻ്റെ കല്യാണം നടത്താം. രാഗിണി മോളും കൂടി എൻ്റെ കൂടെ ബിസിനസ്സിൽ ചേരുവാണെങ്കിൽ എനിക്കതൊരു സഹായമാഹോ. അല്ലെങ്കിൽ തന്നെ എത്ര വർഷമായി ഞാൻ ഒറ്റയ്ക്ക് ഇതെല്ലാം തള്ളി നീക്കുന്നു. ഇനിയിപ്പം രാഗിണി മോളെല്ലാം നോക്കി നടത്തിക്കോളൂലോ എന്നൊക്കെ രാജേശ്വരി പറയാം. അത് കേൾക്കുമ്പോൾ ജയപാലൻ പറയും, പിന്നല്ലാതെ അവൾക്ക് നല്ല കഴിവുണ്ട്. എൻ്റെ എല്ലാ കഴിവുകളും അവൾക്ക് അതേപടിയാണ് കിട്ടിയിരിക്കുന്നത്. രാജി, ഇനി നീ വിശ്രമിച്ചോളൂ. എല്ലാ കാര്യങ്ങളും രാഗിണി ഏറ്റെടുത്ത് നോക്കിക്കോളൂ. നീ ഇനി വിശ്രമിച്ച് അവളുടെ കൂടെ ഒന്ന് നിന്നാൽ മതി എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് പെട്ടെന്ന് രാഗിണി അങ്ങോട്ട് വരിക. അല്ല, ഇവിടെ കല്യാണക്കാരിയൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പ്രവീണ പറയും, മോളുടെ കല്യാണക്കാരൻ തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. എൻ്റെയോ? അല്ല, ആരാ വരൻ എന്ന് ചോദിക്കുക. അതെന്ത് ചോദ്യമാണ്? നിനക്കൊരു മുറച്ചെറുക്കനുള്ളപ്പം അവനെ അല്ലാതെ മറ്റാരും ഞങ്ങൾ നിനക്ക് വേണ്ടി ആലോചിക്കും എന്ന് ജയപാലൻ ചോദിക്കുക. നിവിൻ്റെ കാര്യമാണോ പറഞ്ഞു വരുന്നത്? പിന്നല്ലാതെ. രാജേശ്വരി ചോദിക്കും, രാഗിണിക്ക് എൻ്റെ മകൻ നിവിനെ കല്യാണം കഴിക്കുന്നതിൽ എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് ചോദിക്കാം. അത് കേൾക്കുന്ന രാഗിണി പറയും, അതെന്ത് ചോദ്യം അപ്പച്ചി, നിവിനെ കല്യാണം കഴിക്കുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. എഡ്യൂക്കേറ്റഡ് ആണ്, രണ്ട് കുടുംബവും ഒരേപോലെ സാമ്പത്തികമായിട്ട് ഉയർന്നവരാണ്. എനിക്ക് എന്തുകൊണ്ടും ചേരുന്ന വരൻ തന്നെയാണ് നിവിന്. അവനെ കല്യാണം കഴിക്കാൻ എനിക്ക് സമ്മതമാ എന്ന് പറയാം. അത് കേൾക്കുമ്പോഴത്തേക്കും രാജേശ്വരി പറയും, എനിക്കത് കേട്ടാൽ മതി. ഇനിയിപ്പം ഇവരുടെ കല്യാണക്കാര്യം വെച്ച് താമസിപ്പിക്കേണ്ട അല്ല ജയപാലേട്ട എന്ന് ചോദിക്കാം. ഈ ഇരു കുടുംബക്കാരോട് ചേർന്ന് നമ്മുടെ രാഗിണിയുടെയും നിവിൻ്റെയും കല്യാണക്കാര്യങ്ങളൊക്കെ തീരുമാനിക്കാണ് കേട്ടോ. നിവി മാത്രം ഇതൊന്നും അറിയുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.